രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 7-ാം അധ്യായം. ഏലീശ പറഞ്ഞു, കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ. അവിടുന്ന് അരുളി ചെയ്യുന്നു, നാളെ ഈ നേരത്ത് സമരിയയുടെ കവാടത്തിൽ ഒരളവ് നേരിയ മാവ് 1 ഷെക്കലിലും 2 അളവ് ബാർലി 1 ഷെക്കലിനും വിൽക്കപ്പെടും. രാജാവ് പടനായകൻ്റെ തോളിൽ ചാരി നിൽക്കുകയായിരുന്നു. പടനായകൻ ദൈവപുരുഷനോട് പറഞ്ഞു, കർത്താവ് ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറന്നാൽ തന്നെ ഇത് നടക്കുമോ? ഏലീശ പ്രതിവചിച്ചു, നീ സ്വന്തം കണ്ണുകൾ കൊണ്ട് തന്നെ അത് കാണും, എന്നാൽ അതിൽ നിന്ന് ഭക്ഷിക്കുകയില്ല. 4 കുഷ്ഠരോഗികൾ പ്രവേശന കവാടത്തിൽ ഇരിപ്പുണ്ടായിരുന്നു. അവർ പരസ്പരം പറഞ്ഞു, നാം മരിക്കുവോളം ഇവിടെ ഇരിക്കുന്ന എന്തിന്? നഗരത്തിൽ പ്രവേശിച്ചാൽ അവിടെ ക്ഷാമം, നാം മരിക്കും. ഇവിടെ ഇരുന്നാലും മരിക്കും. വരുവിൻ, നമുക്ക് സിറിയക്കാരുടെ പാളയത്തിലേക്ക് പോകാം. അവർ ജീവനെ രക്ഷിച്ചാൽ നാം ജീവിക്കും, അവർ കൊന്നാൽ മരിക്കും. അങ്ങനെ ആ സന്ധ്യയ്ക്ക് അവർ സിറിയക്കാരുടെ പാളയത്തിലേക്ക് പോയി. പാളയത്തിൻ്റെ അരികിലെത്തിയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. കാരണം രഥങ്ങളും കുതിരകളും അടങ്ങിയ ഒരു വലിയ സൈന്യത്തിൻ്റെ ശബ്ദം കർത്താവ് സിറിയൻ സൈന്യത്തെ കേൾപ്പിച്ചു. അവർ പരസ്പരം പറഞ്ഞു, ഇതാ ഇസ്രായേൽ രാജാവ് നമ്മെ ആക്രമിക്കുന്നതിന് ഹിത്യരുടെയും ഈജിപ്തുകാരുടെയും രാജാക്കന്മാരെ കൂലിക്കെടുത്തിരിക്കുന്നു. അങ്ങനെ അവർ സന്ധ്യയ്ക്ക് പാളയവും കുതിരകളും കഴുതകളും ഉപേക്ഷിച്ച് ജീവനും കൊണ്ട് പലായനം ചെയ്തു. കുഷ്ഠരോഗികൾ പാളയത്തിൽ കിടന്ന് ഭക്ഷിച്ചു പാനം ചെയ്തിട്ട് അവിടെ ഉണ്ടായിരുന്ന വെള്ളിയും സ്വർണവും വസ്ത്രങ്ങളും എടുത്ത് ഒളിച്ചു വെച്ചു. മറ്റൊരു കൂടാരത്തിൽ കിടന്ന് അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളും എടുത്തു കൊണ്ടുപോയി ഒളിച്ചു വെച്ചു. പിന്നെ അവർ പരസ്പരം പറഞ്ഞു, നമ്മൾ ചെയ്യുന്നത് ശരിയല്ല. ഇന്ന് സത്വാർത്തയുടെ ദിവസമാണ്. നാം പ്രഭാതം വരെ മിണ്ടാതിരുന്നാൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതിനാൽ രാജകൊട്ടാരത്തിൽ വിവരമറിയിക്കാം. അവർ നഗരവാതിൽക്കൽ കാവൽക്കാരടുത്ത് ചെന്ന് പറഞ്ഞു, ഞങ്ങൾ സിറിയൻ പാളയത്തിൽ പോയി. കെട്ടിയിട്ട കുതിരകളും കഴുതകളും ഒഴികെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. കൂടാരങ്ങൾ അതേപടി കിടക്കുന്നു. കാവൽക്കാർ കൊട്ടാരത്തിൽ വിവരമറിയിച്ചു. രാജാവ് രാത്രിയിൽ എഴുന്നേറ്റ് സേവകരോട് പറഞ്ഞു, സിറിയക്കാർ നമുക്കെതിരെ എന്താണ് ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ പറയാം. നാം വിശന്നിരിക്കുകയാണെന്ന് അവർക്കറിയാം. അതിനാൽ നാം നഗരത്തിന് പുറത്ത് കിടക്കുമ്പോൾ നമ്മെ ജീവനോടെ പിടിക്കുകയും തങ്ങൾക്ക് നഗരത്തിൽ പ്രവേശിക്കുകയും ചെയ്യാമെന്ന് ഉദ്ദേശിച്ച് അവർ പാളയത്തിന് പുറത്ത് വെളിമ്പ്രദേശത്ത് ഒളിച്ചിരിക്കുകയാണ്. ഒരു സേവകൻ പറഞ്ഞു, ശേഷിച്ചിരിക്കുന്നവരിൽ നിന്ന് 5 കുതിരകളുമായി കുറച്ചു പേർ പോകട്ടെ. നശിച്ചു കഴിഞ്ഞ ഇസ്രായേൽ ജനത്തിൻ്റെ വിധി തന്നെ ആയിരിക്കും അവശേഷിച്ചിരിക്കുന്നവർക്ക്. നമുക്ക് അവരെ അയച്ചു നോക്കാം. പോയി നോക്കൂ എന്ന് പറഞ്ഞ് രാജാവ് തേരാളികളുടെ 2 സംഘത്തെ സിറിയക്കാരുടെ പാളയത്തിലേക്ക് അയച്ചു. അവർ ജോർദാൻ വരെ ചെന്നു. പാഞ്ഞുപോയ സിറിയക്കാർ ഉപേക്ഷിച്ച വസ്ത്രങ്ങളും ആയുധങ്ങളും വഴിനീളെ ചിതറിക്കിടക്കുന്നത് അവർ കണ്ടു. ദൂതന്മാർ വണങ്ങിവന്ന് രാജാവിനോട് വിവരം പറഞ്ഞു. അനന്തരം ജനം സിറിയക്കാരുടെ പാളയത്തിൽ കടന്ന് കൊള്ളയടിച്ചു. അങ്ങനെ കർത്താവ് അരുളി ചെയ്തതുപോലെ ഒരളവ് നേരിയ മാവ് 1 ഷെക്കലിനും 2 അളവ് ബാർലി 1 ഷെക്കലിനും വിൽക്കപ്പെട്ടു. രാജാവ് തൻ്റെ അംഗരക്ഷകനെ പടിവാതിൽക്കലിൻ്റെ ചുമതല ഏൽപ്പിച്ചു. പടിവാതിൽക്കൽ തിങ്ങിക്കൂടിയ ജനം ചവിട്ടി മെതിച്ച് അവൻ മരിച്ചു. തൻ്റെ അടുത്ത് വന്ന രാജാവിനോട് ദൈവപുരുഷൻ പറഞ്ഞിരുന്നത് പോലെ സംഭവിച്ചു. ദൈവപുരുഷൻ രാജാവിനോട്, 2 അളവ് ബാർലി 1 ഷെക്കലിനും 1 അളവ് നേരിയ മാവ് 1 ഷെക്കലിനും നാളെ ഈ സമയം സമരിയയുടെ കവാടത്തിൽ വിൽക്കപ്പെടും എന്ന് പറഞ്ഞപ്പോൾ, കർത്താവ് ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറന്നാൽ തന്നെ ഇത് സംഭവിക്കുമോ എന്ന് ഈ പടത്തലവൻ ദൈവപുരുഷനോട് ചോദിച്ചിരുന്നു. അതിന് ദൈവപുരുഷൻ, നീ സ്വന്തം കണ്ണുകൊണ്ട് അത് കാണും, എന്നാൽ അതിൽ നിന്ന് ഭക്ഷിക്കുകയില്ല എന്ന് ഉത്തരം നൽകി. അങ്ങനെ ഇത് സംഭവിച്ചു. ജനം പടിവാതിൽക്കൽ അവനെ ചവിട്ടി മെതിച്ച് അവൻ മരിച്ചു. രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായം. താൻ പുനർജീവിപ്പിച്ച കുട്ടിയുടെ അമ്മയോട് ഏലീശ പറഞ്ഞിരുന്നു, നീയും കുടുംബവും വീട് വിട്ട് കുറച്ചു കാലം എവിടെയെങ്കിലും പോയി താമസിക്കുക. കർത്താവ് ഈ നാട്ടിൽ ക്ഷാമം വരുത്തും. അത് 7 വർഷം നീണ്ടു നിൽക്കും. അവൾ ദൈവപുരുഷൻ്റെ വാക്കനുസരിച്ച് പ്രവർത്തിച്ചു. അവളും കുടുംബവും ഫിലിസ്ത്യരുടെ നാട്ടിൽ പോയി 7 കൊല്ലം താമസിച്ചു. അതിനുശേഷം അവൾ മടങ്ങി വന്ന് രാജാവിനോട് തൻ്റെ വീടും ഭൂമിയും തിരികെ തരണമെന്ന് അപേക്ഷിച്ചു. ഏലീശ ചെയ്ത വൻ കാര്യങ്ങൾ അവൻ്റെ ഭൃത്യൻ ഗഹസിയോട് രാജാവ് ചോദിച്ചറിയുകയായിരുന്നു. ഏലീശ മരിച്ചവനെ ജീവിപ്പിച്ച കാര്യം അവൻ രാജാവിനോട് പറഞ്ഞുകൊണ്ടിരിക്കെ ജീവൻ വീണ്ടു കിട്ടിയ കുട്ടിയുടെ അമ്മ രാജാവിൻ്റെ അടുത്ത് വന്നു തൻ്റെ വീടും ഭൂമിയും ആവശ്യപ്പെട്ടു. ഉടനെ ഗഹസി, രാജാവേ, ഇവളുടെ മകനെയാണ് ഏലീശ പുനർജീവിപ്പിച്ചത് എന്ന് പറഞ്ഞു. രാജാവ് ചോദിച്ചപ്പോൾ അവൾ വിവരം പറഞ്ഞു. അവളുടെ വസ്തുവകകളും നാടുവിട്ടപ്പോൾ മുതൽ ഇന്ന് വരെയുള്ള അവയുടെ ആദായവും അവർക്ക് തിരികെ കൊടുക്കുവാൻ രാജാവ് ഒരു സേവകനെ നിയോഗിച്ചു. അക്കാലത്ത്
എലീശ ദമാസ്കസിൽ എത്തി. സിറിയ രാജാവായ ബെൻഹദാദ് രോഗഗ്രസ്തനായിരുന്നു. ദൈവപുരുഷൻ വന്നെന്നറിഞ്ഞ് രാജാവ് ഹസായേലിനോട് പറഞ്ഞു, നീ ഒരു സമ്മാനവുമായി ചെന്ന് ഞാൻ രോഗവിമുക്തനാകുമോ എന്ന് കർത്താവിനോട് ആരായാൻ ദൈവപുരുഷനോട് അഭ്യർത്ഥിക്കുക. അവൻ ദൈവപുരുഷനെ കാണാൻ ചെന്നു. ദമാസ്കസിൽ നിന്ന് 40 ഒട്ടക ചുമട് സാധനങ്ങൾ സമ്മാനമായി എടുത്തിരുന്നു. അവൻ വന്ന് എലീശയോട് പറഞ്ഞു, നിന്റെ മകൻ സിറിയ രാജാവായ ബെൻഹദാദ് താൻ രോഗവിമുക്തനാകുമോ എന്നറിയാൻ എന്നെ നിന്റെ അടുത്ത് അയച്ചിരിക്കുന്നു. എലീശ പറഞ്ഞു, തീർച്ചയായും രോഗവിമുക്തനാകുമെന്ന് പോയി അറിയിക്കുക. എന്നാൽ അവൻ നിശ്ചയമായും മരിക്കുമെന്നും കർത്താവ് എനിക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. അവൻ അസ്വസ്ഥനാകുവോളം എലീശ കണ്ണിമയ്ക്കാതെ അവനെ നോക്കി നിന്നു. പിന്നെ കരഞ്ഞു. ഹസായേൽ ചോദിച്ചു, പ്രഭു, എന്തിനാണ് അങ്ങ് കരയുന്നത്? അവൻ പറഞ്ഞു, നീ ഇസ്രായേൽ ജനത്തോട് ചെയ്യാനിരിക്കുന്ന ക്രൂരത ഓർത്തിട്ട് തന്നെ. നീ അവരുടെ കോട്ടകൾക്ക് തീ വയ്ക്കുകയും അവരുടെ യുവാക്കന്മാരെ വാളിനിരയാക്കുകയും അവരുടെ പൈതങ്ങളെ അടിച്ചു കൊല്ലുകയും ഗർഭിണികളുടെ ഉദരം പിളർക്കുകയും ചെയ്യും. ഹസായേൽ ചോദിച്ചു, നിസ്സാരനായ ഈ ദാസന് ഇതെല്ലാം ചെയ്യാൻ കഴിയുമോ? എലീശ പ്രതിവചിച്ചു, നീ സിറിയയിൽ രാജാവാകുമെന്ന് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. അനന്തരം അവൻ തൻ്റെ യജമാനൻ്റെ അടുത്തേക്ക് മടങ്ങി. യജമാനൻ ചോദിച്ചു, എലീശ എന്തു പറഞ്ഞു? അവൻ മറുപടി പറഞ്ഞു, അങ്ങ് നിശ്ചയമായും സുഖം പ്രാപിക്കുമെന്നും പറഞ്ഞു. പിറ്റേ ദിവസം അവൻ ഒരു പുതപ്പെടുത്ത് വെള്ളത്തിൽ മുക്കി രാജാവിൻ്റെ മുഖത്തിട്ടു. അങ്ങനെ അവൻ മരിച്ചു. ഹസായേൽ രാജാവായി. ഇസ്രായേൽ രാജാവായ ആഹാബിൻ്റെ പുത്രൻ യോറാമിൻ്റെ 5-ാം ഭരണവർഷം യൂദാ രാജാവായ യഹോഷാഫാത്തിൻ്റെ പുത്രൻ യഹോറാം ഭരണമേറ്റു. അപ്പോൾ അവന് 32 വയസ്സ് പ്രായമുണ്ടായിരുന്നു. അവൻ 8 കൊല്ലം ജെറുസലേമിൽ ഭരിച്ചു. ആഹാബിൻ്റെ ഭവനം ചെയ്തതുപോലെ അവൻ ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴികളിൽ നടന്നു. കാരണം ആഹാബിൻ്റെ പുത്രിയായിരുന്നു അവൻ്റെ ഭാര്യ. അവൻ കർത്താവിൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. എങ്കിലും കർത്താവ് തൻ്റെ ദാസനായ ദാവീദിനെ പ്രതി യൂദായെ നശിപ്പിച്ചില്ല. കാരണം അവനും അവൻ്റെ പുത്രന്മാർക്കും പിൻഗാമി അറ്റുപോകുകയില്ലെന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. അവൻ്റെ കാലത്ത് ഏദോം യൂദായുടെ കീഴിൽ നിന്ന് ഭിന്നിച്ച് സ്വന്തമായി ഒരു രാജാവിനെ വാഴിച്ചു. അപ്പോൾ യഹോറാം രഥങ്ങളോടുകൂടി സിറിയയിലേക്ക് കടന്നു. രാത്രിയിൽ അവനും രഥസൈന്യാധിപന്മാരും തങ്ങളെ വളഞ്ഞ ഏദോമ്യരെ ആക്രമിച്ചു. യൂദാ സൈന്യം തോറ്റ് പിൻവാങ്ങി. അങ്ങനെ ഏദോം യൂദായുടെ ഭരണത്തിൽ നിന്ന് ഇന്നോളം വിട്ടു നിൽക്കുന്നു. ലിബ്നായും കലഹിച്ചു. യഹോറാമിൻ്റെ മറ്റ് പ്രവർത്തനങ്ങൾ യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. യഹോറാം മരിച്ചു. പിതാക്കന്മാരോടൊപ്പം ദാവീദിന്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു. പുത്രൻ അഹസ്യ ഭരണമേറ്റു. ഇസ്രായേൽ രാജാവായ ആഹാബിൻ്റെ പുത്രൻ യോറാമിൻ്റെ 12-ാം വർഷം യൂദാ രാജാവായ യഹോറാമിൻ്റെ പുത്രൻ അഹസ്യ വാഴ്ച ആരംഭിച്ചു. അപ്പോൾ അഹസ്യായ്ക്ക് 22 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 1 വർഷം ഭരിച്ചു. അത്താലിയ ആയിരുന്നു അവൻ്റെ അമ്മ. അവൾ ഇസ്രായേൽ രാജാവായ ഉമ്രിയുടെ പുത്രിയായിരുന്നു. അഹസ്യ ആഹാബിൻ്റെ വഴികളിൽ നടന്നു. ആഹാബിൻ്റെ ഭവനം ചെയ്തിരുന്നതുപോലെ കർത്താവിൻ്റെ മുമ്പിൽ അവനും തിന്മ ചെയ്തു. കാരണം ആഹാബിൻ്റെ ഭവനത്തോട് അവൻ വിവാഹം വഴി ബന്ധപ്പെട്ടിരുന്നു. അവൻ സിറിയ രാജാവായ ഹസായേലിന് എതിരെ യുദ്ധം ചെയ്യാൻ ആഹാബിൻ്റെ പുത്രൻ യോറാമിനോട് കൂടെ റാമോത്ത് ഗിലെയാദിൽ പോയി. അവിടെ വെച്ച് സിറിയക്കാർ യോറാമിനെ മുറിവേൽപ്പിച്ചു. സിറിയ രാജാവായ ഹസായേലിനെതിരെ യുദ്ധം ചെയ്യുമ്പോൾ റാമായിൽ വെച്ച് സിറിയക്കാർ ഏൽപ്പിച്ച മുറിവുകൾ സുഖപ്പെടുത്താൻ യോറാം രാജാവ് ജസ്രയേലിലേക്ക് മടങ്ങി. യൂദാ രാജാവായ യഹോറാമിൻ്റെ പുത്രൻ അഹസ്യ അവനെ സന്ദർശിക്കുന്നതിന് ജസ്രയേലിൽ ചെന്നു.